So good morning dear students, welcome back to another lecture of Engineering Thermodynamics. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലോയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഫസ്റ്റ് ലോ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം പഠിച്ചു, ഫസ്റ്റ് ലോ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം പഠിച്ചു. ആ ഓപ്പൺ സിസ്റ്റത്തിലെ സ്റ്റഡി ഫ്ലോയിലുള്ള ഫസ്റ്റ് ലോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസും അത് വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലൈക്ക് ടർബൈൻസ്, കണ്ടൻസർ, ബോയിലർ ഇത്യാദി ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കുന്ന നേരത്ത് അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഡീലിങ്സും എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി സ്റ്റഡി അല്ലാത്ത ഫ്ലോസും ഉണ്ടാവാം അല്ലേ? സോ അങ്ങനത്തെ സ്റ്റഡി അല്ലാത്ത ഫ്ലോസിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിയന്റ് ഫ്ലോ ഓർ യു കോൾ ഇറ്റ് ആസ് അൺസ്റ്റഡി ഫ്ലോ. ദോസ് ഫ്ലോസ് ആർ കോൾഡ് ട്രാൻസിയന്റ് ഫ്ലോ ഓർ അൺസ്റ്റഡി ഫ്ലോ. സോ എന്താണ് ഒരു അൺസ്റ്റഡി ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിലും ഇറ്റ് ആക്ച്വലി മീൻസ് ഇറ്റ് ഈസ് ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിൽ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം പഠിച്ചിരുന്നു. ക്ലോസ്ഡ് സിസ്റ്റത്തിന് ശേഷം നമ്മൾ ഓപ്പൺ സിസ്റ്റം ഫോർ എ സ്റ്റഡി ഫ്ലോ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ സിസ്റ്റം തന്നെ, പക്ഷെ എന്താണ്, ഫ്ലോ അൺസ്റ്റഡിയാണ്. ഇപ്പോൾ എനിക്കൊരു കൺട്രോൾ വോളിയം ഉണ്ട്, ഒരു പർട്ടിക്കുലർ കൺട്രോൾ വോളിയം ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് മൈ കൺട്രോൾ വോളിയം. അപ്പോൾ സ്റ്റഡി ഫ്ലോ ആകുന്നത് എപ്പോഴായിരുന്നു? വെൻ ദ ചേഞ്ച് ഇൻ പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് സ്റ്റഡി. നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ? ഇപ്പം ഏതെങ്കിലും ഒരു പാരാമീറ്റർ അറ്റ് എനി പോയിന്റ്, ഇവിടെ ഉള്ള ഒരു പോയിന്റിലെ ഞാൻ ഏതെങ്കിലും ഒരു പാരാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ T1 ടൈമിൽ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ സംതിങ് ഇറ്റ് ഈസ് എക്സ്. എന്നിട്ട് ആഫ്റ്റർ സം ടൈം അറ്റ് എ ഡിഫറെൻറ്റ് ടൈം ആഫ്റ്റർ TN വേറെ ഏതൊരു ടൈമിൽ നോക്കിയാലും അപ്പോഴും അവിടുത്തെ ആ പ്രോപ്പർട്ടി എക്സ് തന്നെയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് സ്റ്റഡി ഫ്ലോ. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം ദ ചേഞ്ച് ഇൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഇവിടെ ഉള്ള പാരാമീറ്റർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് സ്റ്റഡി ആയിട്ടാണ് ഫ്ലോ വരുന്നത്. എപ്പോഴും ഒരേ എമൗണ്ടിലാണ്, സ്റ്റഡി ആയിട്ടാണ് ഇന്നും ഔട്ടുമായിട്ട് ഫ്ലോസ് പോകുന്നത്. സച്ച് ഫ്ലോസ് ആർ കോൾഡ് സ്റ്റഡി ഫ്ലോസ്. അപ്പോൾ ഇതാണ് സ്റ്റഡി ഫ്ലോ എങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിനർത്ഥം എന്താ? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ അറ്റ് എ ടൈം ഒരു പ്രോപ്പർട്ടി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ എക്സ് എന്ന് കിട്ടി. അതേ പോയിന്റിൽ അതേ പ്രോപ്പർട്ടി ഞാൻ ആഫ്റ്റർ സം ടൈം ഞാൻ ചെക്ക് ചെയ്യണ നേരത്തെ എനിക്ക് അതേ വാല്യൂ അല്ല വേറെ ഏതെങ്കിലും വാല്യൂ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ, x1 ആണ്, മറ്റേത് ഒരു xy, ഒരു റാൻഡം വാല്യൂ ആണെങ്കിൽ ഇറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈ ഒരു പോയിന്റിൽ തന്നെ പല ടൈമിൽ പല വാല്യൂ ആയിട്ട് മാറുന്നുണ്ട്. സച്ച് ഫ്ലോസ് ആർ കോൾഡ് അൺസ്റ്റഡി. അതായത് സ്റ്റഡി അല്ല. ചിലപ്പോൾ മാസ് ഫ്ലോ കൂടും, ഇന്നിലേക്കുള്ള എൻട്രി കൂടും, ഔട്ടിക്ക് കുറവായിരിക്കും. ചിലപ്പോൾ ഇന്ന് കുറവായിരിക്കും, ഔട്ടായിരിക്കും എക്സ്ട്രീം ആയിട്ടുണ്ടാവുക. സോ ദാറ്റ് ഇസ് നോട്ട് സ്റ്റഡി. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് മാറിക്കൊടുക്കുന്നു. സച്ച് ഫ്ലോസ് ആർ കോൾഡ് അൺസ്റ്റഡി ഫ്ലോ. സോ എന്താണ് അൺസ്റ്റഡി ഫ്ലോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അൺസ്റ്റഡി ഫ്ലോ ആണ് ജനറലി നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അധികവും വരുന്നത്. അധിക എഞ്ചിനീയറിംഗ് പ്രോസസ്സുകളും ഇൻവോൾവ് ചെയ്യുന്നത് എന്താ? കൺട്രോൾ വോളിയമാണ്. അതിൽ തന്നെ ഈ കൺട്രോൾ വോളിയത്തിൽ എന്തായിരിക്കും? അൺസ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ പ്രോസസ്സ് അഥവാ വേരിയബിൾ പ്രോസസ്സാണ് റിയൽ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ റിയൽ ലൈഫ് പ്രോബ്ലംസ് എല്ലാം എന്താണ്? അൺസ്റ്റഡി പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ ഇങ്ങനത്തെ ഒരു ട്രാൻസിയന്റ് ഫ്ലോ അല്ലെങ്കിൽ ഈ അൺസ്റ്റഡി ഫ്ലോനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ഫ്ലോ അനാലിസിസ് ചെയ്ത പോലെ 2 മെത്തേഡ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് ആ 2 മെത്തേഡ്സ് അനാലിസിസ് ചെയ്യാൻ? ദ ഫസ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മാസ് ബാലൻസിങ്, അങ്ങനെയും പറയാം. ഓക്കെ, 2 ടേംസ് ഉപയോഗിക്കാറുണ്ട്. പല ടെക്സ്റ്റിലും പല രീതിയിലാണ് പറയാറുള്ളത്.
ഐദർ യു ക്യാൻ സേ കൺസർവേഷൻ ഓഫ് മാസ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മാസിനെ ബാലൻസ് ചെയ്യുമായിരുന്നു. പിന്നെ രണ്ടാമത്തത് എന്തായിരുന്നു? കൺസർവേഷൻ ഓഫ് മാസ് കഴിഞ്ഞിട്ട് പിന്നെ കൺസർവേഷൻ ഓഫ് എനർജി, ഓർ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എനർജി ബാലൻസിങ്. എനർജി ബാലൻസിങ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ ഈ ട്രാൻസിയൻറ്റ് ഫ്ലോയുടെ പ്രോബ്ലംസുകൾ അനാലിസിസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് നോക്കാം. എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് എനർജി ചെയ്യുന്നത്. So, conservation of mass. The first one is conservation of mass. Conservation of mass. So, conservation of mass എന്താണ് നമുക്ക് നൽകുന്നത്? Mass can neither be created nor destroyed. ഇതാണല്ലോ നമുക്ക് തരുന്നത്. Mass can neither be created nor destroyed എന്നാണ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? ദ നെറ്റ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് എൻ്ററിങ് ആൻഡ് ടോട്ടൽ മാസ് ലീവിങ് ഓഫ് ദ സിസ്റ്റം. അതായത് ഞാൻ അതിനെ ഇക്വേഷൻ രൂപത്തിൽ കാണിച്ചു തരാം. സി, ടോട്ടൽ മാസ് എൻ്ററിങ് എന്ന് പറഞ്ഞാൽ total mass entering the system total mass entering the system minus total mass leaving the system. Total mass leaving the system. Total mass entering and total mass leaving the system, that is equal to change in total mass of the system. Change in total mass of the system. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താ വെച്ചാൽ the net change, this is the net change അല്ലേ? The net change അത് ചിലപ്പോൾ ഇൻക്രീസിങ് ആവാം, ചിലപ്പോൾ ഡിക്രീസിങ് വാല്യൂ ആവാം. നെറ്റ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ്. അപ്പോൾ ഒരു പ്രോസസ്സിലെ നെറ്റ് ചേഞ്ച് ഇൻ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് എൻ്ററിങ് ദ സിസ്റ്റം ആൻഡ് ടോട്ടൽ മാസ് ലീവിങ് ദ സിസ്റ്റം ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്. ഇതാണ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് മൈനസ് ആ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ് ചേഞ്ച് ഇൻ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ രൂപത്തിലും എഴുതാം. ഇപ്പം ഇതൊരു സെന്റൻസ് വൈസ് നമുക്ക് ഒരു ബ്ലോക്ക് പോലെയാണ് ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാം? മാസ് ഇൻ ദാറ്റ് ഈസ് ദ മാസ് ഫ്ലോ ഇൻ മൈനസ് ഔട്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ മാസ് വിച്ച് ഈസ് ലീവിങ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മാസ് വിത്തിൻ ദി സിസ്റ്റം. ഇങ്ങനെയാണ് ഇക്വേഷൻ വൈസ് എനിക്ക് എഴുതാവുന്നത്. അതിന് ഇപ്പൊ ഈ മാസ് ഇൻ മൈനസ് മാസ് ഔട്ടിനെ ഐ ക്യാൻ ഓൾസോ എക്സ്പ്രസ് ഇറ്റ് ആസ് എം ഓഫ് എഫ് മൈനസ് എം ഓഫ് ഐ വിത്തിൻ എ കൺട്രോൾ വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പൊ ഈ എം എഫ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എം എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫൈനൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് എം ഐ ഈസ് ദി ഇനീഷ്യൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പൊ എനിക്ക് എം ഇൻ മൈനസ് എം ഔട്ടിനെ എം എഫ് മൈനസ് എം ഐ ഓവർ എ കൺട്രോൾ വോളിയം എന്ന രീതിയിലും എന്ത് ചെയ്യാം, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് റിലേഷൻ ഈസ് ഓഫൺ കോൾഡ് ആസ് ദി മാസ് ബാലൻസ് ഇക്വേഷൻ ഇൻ അൺസ്റ്റഡി ഫ്ലോ. ക്ലിയർ? അപ്പോൾ നമ്മളൊരു പ്രോബ്ലം അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു അൺസ്റ്റഡി ഫ്ലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാസിന്റെ അനാലിസിസ് ചെയ്യേണ്ടി വരും, പിന്നെ എനർജിയുടെ അനാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പൊ മാസിന്റെ അനാലിസിസ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വി വിൽ ബി ഡിസ്കസിങ് ഓൺ എനർജി അനാലിസിസ്. സോ എനർജി അനാലിസിസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ കൺസർവേഷൻ ഓഫ് എനർജി. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കൺസർവേഷൻ ഓഫ് എനർജിയുടെ മെയിൻ സ്റ്റേറ്റ്മെന്റ് എന്താ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ.
അപ്പോൾ നമ്മൾ അൺസ്റ്റഡി ഫ്ലോയിൽ കൺസർവേഷൻ ഓഫ് എനർജീനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, വിച്ച് ഐ വിൽ ടേക്ക് ഡൗൺ ദ ഫസ്റ്റ് ദാറ്റ് സെന്റൻസ്. സോ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ പറയാം. സോ കൺസർവേഷൻ ഓഫ് എനർജി, ദ നെറ്റ് ചേഞ്ച് ഇൻ ദി ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ദ നെറ്റ് ചേഞ്ച്, ഇപ്പം ഈ നെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് ഇൻക്രീസിങ് ആവാം ഡിക്രീസിങ് ആവാം. ഇപ്പം ഇൻക്രീസിങ് ഡിക്രീസും ഇപ്പം എനർജി എൻറ്ററിങ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻക്രീസിങ് വാല്യൂ, അതല്ല ലീവിങ് ആണ് കൂടുതലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് വാല്യൂ. സോ നെറ്റ് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു the difference between total energy entering the system and total energy leaving the system during that process. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ എനർജി, ആ സിസ്റ്റത്തിന്റെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്. സോ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആ പ്രോസസ്സിന്റെ ഇടയിൽ നടക്കുന്ന എനർജി എൻറ്ററിങ് മൈനസ് എനർജി ലീവിങ് എന്നുള്ളതാണ്. ഓക്കെ, so this is the conservation of energy concept in unsteady flow. Now നമ്മളത് ഇക്വേഷൻ വൈസ് എഴുതുമ്പോൾ ഇറ്റ്സ് ഡയറക്ട്ലി നമുക്ക് ഇങ്ങനെ എഴുതാം. സേ എനർജി ഇൻ മൈനസ് എനർജി ഔട്ട്, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. സോ ടോട്ടൽ എനർജി ഡെൽറ്റ ഇ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. Okay, so energy entering the system minus total energy leaving the system, that is equal to change in total energy of the system. So this relation is often called as the energy balance in transient flow. ഇനി നമ്മൾ എങ്ങനെയാണ് എനർജിയുടെ അനാലിസിസ് വേരിയബിൾ ഫ്ലോയിൽ ചെയ്യുന്നത് എന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഞാനൊരു പർട്ടിക്കുലർ സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. സോ ദർ ഈസ് എ കൺട്രോൾ വോളിയം. ഞാൻ എവിടെയാണ് എൻ്റെ ഏരിയ ഫോക്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് കൺട്രോൾ വോളിയം. അപ്പോൾ ഇതാണ് എൻ്റെ കൺട്രോൾ വോളിയം. ഓക്കെ, സോ ഇതിലൂടെ മാസ് ഉള്ളിലേക്ക് വരുന്നു. സോ ദിസ് ഈസ് മാസ് ഇൻ ആൻഡ് ഇതിലൂടെ മാസ് പുറത്തേക്ക് പോകുന്നു ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് മാസ് ഔട്ട്. ഓക്കെ, ഉള്ളിലേക്ക് ഇതിൽ വരുന്നു, മാസ് ഔട്ട് ഇതിലൂടെ പോകുന്നു. ആൻഡ് യു ക്യാൻ റെഫർ ദിസ് വൺ ആസ് M1 ആൻഡ് M2, അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം വേണമെങ്കിൽ. ദർ ഈസ് ഹീറ്റ് അഡീഷൻ ടു ദ സിസ്റ്റം ആൻഡ് എ വർക്ക് ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിസ്റ്റം. ഒരു ഹീറ്റ് അഡീഷൻ ഉണ്ട് ആൻഡ് ഒരു വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ നൗ വി ആർ സപ്പോസിങ് ദാറ്റ് ദ സിസ്റ്റം ഈസ് അണ്ടർഗോയിങ് എ ട്രാൻസിയൻ ഫ്ലോ ആൻഡ് ഈ ട്രാൻസിയൻ ഫ്ലോനെ ഞാൻ കൺട്രോൾ വോളിയം ടെക്നീക്ക് വെച്ചിട്ട് ഞാൻ അനാലിസിസ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ആദ്യം മാസിൻ്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തരും. ഇങ്ങനത്തെ സിസ്റ്റമാണ്, മാസ് ഫ്ലോ ഉണ്ട്, മാസ് ഫ്ലോ ഔട്ടാണ്, ഈ രീതിയിലുള്ള ഇക്വേഷൻസും കാര്യങ്ങളും തരുമ്പോൾ നമ്മൾ ആദ്യം അനാലിസിസ് ചെയ്യേണ്ടത് എന്താ? മാസ് ബാലൻസിങ്ങിൻ്റെ അനാലിസിസ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? സോ മാസ് ബാലൻസിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കൺട്രോൾ വോളിയത്തിൽ അനാലിസിസ് ചെയ്യും. സോ വാട്ട് ഡു വി ഹാവ്? വി ഹാവ് മാസ് ഫ്ലോ ഇൻ മൈനസ് മാസ് ഫ്ലോ ഔട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു change in mass of the system. This is by the mass balance equation, അല്ലേ? അത് നമുക്ക് അറിയാവുന്നതാണ്. സോ ഇവിടെ ഈ ഡെൽറ്റ എം ഓഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്ത് ചെയ്യാം, ഇവിടുത്തെ സിസ്റ്റം മൊത്തത്തിലല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാണ് നമ്മുടെ കൺട്രോൾ വോളിയം. സോ ദിസ് ഈസ് ദി മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ദിസ് ഈസ് ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് വിത്തിൻ ദ കൺട്രോൾ വോളിയം. ഇപ്പോൾ ഏതാണ് ഫ്ലൂയിഡ് വരുന്നത്, ആ ഫ്ലൂയിഡിൻ്റെ കൗണ്ടാണ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഇതായിരിക്കും അതിൻ്റെ വാല്യൂ. സോ ഹൗ ക്യാൻ ഐ റൈറ്റ് ഇറ്റ് ഡൗൺ? ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ആസ് മാസ് ഇൻ മൈനസ് മാസ് ഔട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു MF മൈനസ് MI അറ്റ് കൺട്രോൾ വോളിയം. ഇത് ഫൈനൽ മാസ് ഫ്ലോയിങ് മൈനസ് ഇനീഷ്യൽ മാസ് ഫ്ലോ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഈസ് മൈ മാസ് ബാലൻസിങ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ എനർജിയാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിലോ സിമിലർലി ആ മാസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. എനർജിയാണ് ഞാൻ ബാലൻസ് ചെയ്തിരുന്നതെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബിക്കം? നേരത്തെ നമ്മൾ കണ്ടതാണ് ഇ ഓഫ് ഇൻ മൈനസ് ഇ ഓഫ് ഔട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഓഫ് ദ
കൺട്രോൾ വോളിയം അല്ലേ. സോ ഇതാണ് നമ്മുടെ എനർജി ബാലൻസിങ് എന്ന് പറയുന്നത്. ഓർ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം, E2 മൈനസ് E1 എന്ന് എഴുതാം. ഇന്നിലുള്ളത് E2ഉം E1 ഈസ് ദി ഇനീഷ്യലിലുള്ള എനർജിയും ഫൈനലിലുള്ള എനർജിയും. സോ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതിൻ്റെ ചേഞ്ച് ആണ് ഡെൽറ്റ ഇ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് എഴുതാം. സോ ദിസ് ഇസ് അറ്റ് എ കൺട്രോൾ വോളിയം. ക്ലിയർ ആണോ? അതായത് ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ഓഫ് ദാറ്റ് കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ ചേഞ്ച് ഇൻ എനർജി വിത്തിൻ ദാറ്റ് കൺട്രോൾ വോളിയം. സോ now what I am going to do is I am going to apply first law of thermodynamics. So first law of thermodynamics ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് ഇക്വേഷൻ വരിക? ഫസ്റ്റ് ലോയിൽ ആദ്യം നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്, ബൗണ്ടറി കണ്ടീഷൻസിൽ എന്തൊക്കെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്? ക്യൂ ആൻഡ് ഡബ്ല്യു. ക്യൂ പോസിറ്റീവ് ആണ്, ഡബ്ല്യു നെഗറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഞാൻ ആ ബൗണ്ടറിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫേഴ്സ് എല്ലാം ഞാൻ ആദ്യം അക്കോമഡേറ്റ് ചെയ്യുന്നു. ക്യൂ മൈനസ് ഡബ്ല്യു, ക്യൂ ആൻഡ് ഡബ്ല്യു. ഡബ്ല്യു ഈസ് ലിവിങ് ദ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു ഡബ്ല്യു സാധാരണ എഴുതാറുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അത് പോസിറ്റീവ് ഉള്ളത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് മൈനസ്. സോ ഹോപ്പ് ക്യൂ മൈനസ് ഡബ്ല്യു നിങ്ങൾക്ക് ക്ലിയർ ആയി. ദെൻ ഇറ്റ്സ് എ ട്രാൻസിയന്റ് ഫ്ലോ അല്ലേ. സോ ടോട്ടൽ മാസ് ആൻഡ് എനർജി മാസ് എൻ്ററിങ് ദ സി വി ഷുഡ് ബി കൺസിഡേർഡ്. മാസും ആ മാസ് വഴി കയറുന്ന എനർജിയും കൂടെ നമ്മൾ ഒന്നിച്ചാണ് കൺസിഡർ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി സിഗ്മ ഓഫ് M in into E in, that is mass inflow into energy at the inflow minus sigma M out E out, mass of outflow minus energy of outflow. ഇത്ര എനർജിയാണ് ഈ മാസ് ഫ്ലോ ഇന്ന് വരുമ്പോൾ കിട്ടുന്ന എനർജി. ഇത്ര എനർജിയാണ് മാസ് ഔട്ട് ആകുമ്പോഴുള്ള എനർജി. അപ്പോൾ ഇത്ര എനർജി ഉള്ളിലേക്ക് വന്നു, ഇത്ര എനർജി പുറത്തേക്ക് പോയി. അപ്പോൾ ഈ ഡിഫറൻസ്, ദിസ് മൈനസ് ദിസ് വാല്യൂ ഗിവ്സ് ദി നെറ്റ് എനർജി വിച്ച് ഈസ് സ്റ്റോർഡ് വിത്തിൻ ദ സിസ്റ്റം. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ അങ്ങനെ എഴുതിയത്. സോ ദിസ് ടോട്ടൽ ക്യൂ മൈനസ് ഡബ്ല്യു പ്ലസ് സിഗ്മ ഓഫ് എം ഓഫ് ഇൻ ഇൻറ്റു ഇ ഓഫ് ഇൻ മൈനസ് സിഗ്മ എം ഓഫ് ഔട്ട് ഇൻറ്റു ഇ ഓഫ് ഔട്ട് together will give you the total energy within the control volume. This is the total energy in the control volume. So ഒന്നുകൂടെ ഈ ടേംസ് ഓരോന്ന് ഞാൻ പറയാം. Q minus W, it is the total energy crossing the boundaries as heat and work. This Q minus W is the total amount of heat energy crossing the boundary as heat and work. And Mi into Ei, this is the total mass and energy of mass entering the control volume. കയറുന്ന മാസ് ഫ്ലൂയിഡിൻ്റെ മാസും അതിൻ്റെ റെസ്പെക്റ്റീവായ എനർജിയും, ഇതാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ. അതാണ് ഈ സിഗ്മ എം ഐ ഇൻറ്റു ഇ ഐ എൻ. ആൻഡ് എം ഔട്ട് ഇൻറ്റു ഇ ഔട്ട്, ഇറ്റ് ഈസ് ദി ടോട്ടൽ മാസ് ആൻഡ് എനർജി ഓഫ് ദ മാസ് ലീവിങ് ദ കൺട്രോൾ വോളിയം. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ചേഞ്ച് ഇൻ ദി എനർജി വിത്തിൻ ദി കൺട്രോൾ വോളിയം. സോ ഇങ്ങനെയാണ് അതിൻ്റെ അനാലിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്, ട്രാൻസിയൻ ഫ്ലോന്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂ മൈനസ് ഡബ്ല്യു അങ്ങനെ തന്നെയാണ്, അതിന് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതേസമയം ഈ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സം ഓഫ് എൻതാൽപ്പി, നമ്മുടെ ഇന്റേണൽ എനർജിയാണ്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഫ്ലോ എനർജി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിനെ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യു പ്ലസ് പി വി പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെഡ്. അതിൽ യു പ്ലസ് പി വിനെ നമ്മൾ എൻതാൽപ്പി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റഡി ഫ്ലോയിൽ ചെയ്ത പോലെ തന്നെ ഈ എനർജീനെ നമ്മൾ എല്ലാ ഫോംസ് ഓഫ് എനർജിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഞാൻ അടുത്തത് കുറച്ച് വലിയൊരു ഇക്വേഷനാണ്. സോ ഐ വിൽ ബി ഇറേസിംഗ് ഓഫ് ദിസ് ഡയഗ്രാം. ഹോപ്പ് യു ഹാവ് ടേക്കൺ നോട്ട് ഓഫ് ദിസ് ഡയഗ്രാം. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അടുത്തത് എന്നുള്ളത് നോക്കാം. സോ നമ്മുടെ നേരത്തെ ഇക്വേഷനെ ഞാൻ എനർജി ടേമിന് ഞാൻ തുറക്കാൻ പോവാണ്. സോ ഓൾറെഡി ക്യൂ മൈനസ് ഡബ്ല്യു പറഞ്ഞ ടേം ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇറ്റ് വിൽ ബിക്കം പ്ലസ് സിഗ്മ ഓഫ് മാസ് ഫ്ലോ ഇൻ, അതും അങ്ങനെ തന്നെ ഉണ്ട്. നൗ എനർജി ഇൻ, ഈ എനർജി ഇൻ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? എൻതാൽപ്പി എച്ച് ഉണ്ട്, പ്ലസ്
വി സ്ക്വയർ വി സ്ക്വയർ അല്ലെങ്കിൽ സി സ്ക്വയർ, ഐ യൂസ് സി സ്ക്വയർ, കാരണം നമ്മൾ വി വോളിയം ഉണ്ടായതുകൊണ്ട് ഡൗട്ട് വരരുത്. എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ജി ഇസഡ്, ഇതാണ് എനർജി ടേം. ഇത് ഇന്നാണ്. സോ എൻതാൽപ്പി അറ്റ് ഇൻ, വെലോസിറ്റി അറ്റ് ഇൻ, സെഡ് അറ്റ് ഇൻ. ക്ലിയർ ആണല്ലോ? നമ്മൾ ആ ടേമിനെ നമ്മൾ ഓപ്പൺ ചെയ്തു. മൈനസ് ഓഫ്, അതോടൊപ്പം അതിൻ്റെ മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് സിഗ്മ ഓഫ് എം ഔട്ട്. അതും ഇതേപോലെ അവിടുത്തെ എനർജി ഔട്ടാണ്. എച്ച് ഓഫ് ഔട്ട് പ്ലസ് സി ഓഫ് ഔട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ജി ഓഫ് സെഡ് ഔട്ട്. ആ എനർജിയാണ്. ക്ലിയർ ആണോ? സോ സി, ദിസ് ഈസ് എ ജനറൽ ഇക്വേഷൻ ഫോർ ആൻ അൺസ്റ്റഡി ഫ്ലോ. ഇതാണ് അൺസ്റ്റഡി ഫ്ലോയുടെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയാം. സോ നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ചേഞ്ച് ഇൻ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ ഫൈനൽ മാസ് ഇൻറ്റു എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ എനർജി. I think you cannot see, so I'll write it down again. So ഇതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടേം. റൈറ്റ് സൈഡ് ടേമിലേക്ക് വരുമ്പോൾ അതെന്താവും? ഇറ്റ് വിൽ ബിക്കം എം എഫ് ഇൻറ്റു ഇ എഫ്. വാട്ട് ഈസ് എം എഫ്? എം എഫ് ഈസ് ദി ഫൈനൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ടാങ്ക് ഇൻറ്റു ആ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി മൈനസ് എം ഐ ഇൻറ്റു ഇ ഐ. What about I? Mi. Mi is the initial mass within the system, and corresponding ആയിട്ടുള്ള എനർജിനെയാണ് you call it as what? EI. അതിനെ corresponding ആയിട്ടുള്ള എനർജി. So this difference gives you the total amount of energy within the system. So ഈ കാണുന്ന, നിങ്ങളിപ്പോൾ ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ഓൺ ടു ഹിയർ. Q minus W plus sigma M in into h of in plus c of in square by 2 plus g of z in minus sigma m out h out plus c out square by 2 plus g z out, that is equal to the total change in energy, which is mf ef minus mi ei. ഈ ഒരു ഇക്വേഷനെയാണ് you call it as the general energy equation for unsteady flow process. ഇനി സി, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പം എച്ച് ഇൻ എച്ച് ഔട്ട് എന്നുള്ള ടേമിനൊക്കെ നമുക്ക് വേണമെങ്കിൽ സിഗ്മൻ്റെ ഒരൊറ്റ ടേമിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. സിഗ്മ ഓഫ് ഔട്ട് എന്നും സിഗ്മ ഓഫ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ടേമിൽ നമുക്ക് എഴുതാം. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഈ ഒരു ഇതേ ഇക്വേഷനെ ഇങ്ങനെ ഓരോന്നിനും ഇന്നിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് ഏറ്റവും എളുപ്പം ഇവിടെയുള്ള ഈ ഒരു ഇന്നും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നും ഔട്ടും ടേംസ് ഒഴിവാക്കുക. സോ ദാറ്റ് അപ്പോൾ ബ്രാക്കറ്റിലുള്ളതൊക്കെ കോമൺ ആയിട്ട് മാറും. മാസിലെ ഔട്ടും മാസിലെ ഇന്നൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെഡ്, ഇവിടെ അതേപോലെ എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ജി സെഡ് സിഗ്മ എം. ഈ സിഗ്മ ദിയർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ആൻഡ് ഹിയർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഔട്ട്. ഇങ്ങനെയും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാം. ഓക്കെ, ഓരോ ടേമിനും ഇന്നിന് പകരം ആ സിഗ്മ വിച്ച് റെപ്രസെൻറ്റ്സ് ദി ഔട്ടർമോസ്റ്റ് വാല്യൂ. ഔട്ടർമോസ്റ്റ് ഇൻ ദ സെൻസ് പുറത്തേക്ക് പോകുന്ന അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്നിലേക്ക് വരുന്നതുമാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഇൻ എ സിമ്പിൾ, മച്ച് മോർ സിംപ്ലർ ഫോം ദാൻ ദി ഏർലിയർ വൺ. വലിയ ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഓർത്ത് വെക്കാൻ ഈ ഒരു ടേം കോമൺ ആയിരിക്കും. അത് ഇൻ മൈനസ് ഔട്ട് ആയിരിക്കും വരേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ചേഞ്ച് ഇൻ എനർജി. സോ ഇതിനെ, ഈ ഒരു ഇക്വേഷനെയാണ്, ദിസ് ഈസ് ദി ജനറൽ ഫോം, ദിസ് ഈസ് ദി ജനറൽ ഫോം ഓഫ് energy equation for which one? For unsteady flow. നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതേപോലെ അൺസ്റ്റഡി ഫ്ലോയുടെ ജനറൽ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ് കുറച്ചുകൂടെ വെയിറ്റേജ് നമുക്ക് മോഡ്യൂളുള്ളത്. പക്ഷേ അറ്റ് ടൈംസ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി, ഫോർ KTU under KTU we could see 1 or 2 questions coming from unsteady flow. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സിലബസിൽ ഉണ്ടായതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസും കൂടെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും.
അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മൊഡ്യൂൾ 2 ചാപ്റ്റർ 2 നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻ ഒന്നുമില്ല. ആ ഒരു ഫിഗറിലും ഈ ഒരു എനർജി ചേഞ്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഡയറക്റ്റ് ടേം ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല. ജസ്റ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. അത് ബൈ ഹാർട്ട് ചെയ്യാനും എളുപ്പം എന്താ വെച്ചാൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത് എന്നുള്ള ഈ ഇൻ മൈനസ് ഔട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ then this is very easy to by heart this concept, or you can easily നമുക്ക് തിരിച്ച് ആലോചിച്ചെടുത്ത് എഴുതാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ ട്രാൻസിയന്റ് ഫ്ലോയിലുള്ള ഈ ജനറൽ ഇക്വേഷൻ. സോ നമുക്ക് ട്രാൻസിയന്റ് ഫ്ലോ നമ്മുടെ സിലബസിലുണ്ട്. അതോടൊപ്പം ട്രാൻസിയന്റ് ഫ്ലോ എൻകൗണ്ടർ ചെയ്യുന്ന 2 കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അതായത് ട്രാൻസിയന്റ് ഫ്ലോസ് നടക്കുന്ന പൊതുവെ കോമൺ ആയിട്ട് നടക്കുന്ന 2 പ്രോസസ്സ് ഉണ്ട്. ആ 2 പ്രോസസ്സും കൂടെ നമ്മുടെ സിലബസിൽ പ്രത്യേകം പേരെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ 2 കോമൺലി എൻകൗണ്ടേർഡ് ട്രാൻസിയന്റ് ഫ്ലോ പ്രോബ്ലം? സോ കോമൺലി കാണുന്ന ട്രാൻസിയന്റ് ഫ്ലോ പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ളത്, സിലബസിൽ പഠിക്കാനുള്ളത് 2 എണ്ണമാണ്. There are 2 problems. One is the filling process. And the second one is it is called emptying process. ട്രാൻസിയന്റ് ഫ്ലോ ആണ് പൊതുവെ കോമൺലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫ്ലോ. പല ടൈപ്പിലുണ്ട്, പക്ഷെ നമ്മൾ ജനറലി 2 കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ 2 പ്രോസസ്സാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ പഠിക്കും. സോ വാട്ട് ആർ ദോസ് 2 പ്രോസസ്? ഫില്ലിംഗ് പ്രോസസ് ആൻഡ് എംപ്റ്റിംഗ് പ്രോസസ്. പേര് പോലെ തന്നെ ഓർത്തെടുക്കാൻ എളുപ്പം. ഫില്ലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഒരു സിസ്റ്റം, ഒരു ടാങ്കിലേക്ക് അതിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് ട്രാൻസിയന്റ് ഫ്ലോ ആണ്. അതേപോലെ ഒരു ടാങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ ഉണ്ടെങ്കിൽ അതിൽ ആ ഫ്ലൂയിഡിനെ നമ്മൾ പുറത്താക്കുമ്പോൾ അതിനെ എംപ്റ്റി ചെയ്യുന്ന നേരത്ത് ആ ഫ്ലോ ട്രാൻസിയന്റ് ഫ്ലോ ആണ്. സോ ദർ ആർ 2 പ്രോസസ് വിച്ച് ഇസ് കോൾഡ് ഫില്ലിംഗ് പ്രോസസ് ആൻഡ് എംപ്റ്റിംഗ് പ്രോസസ്. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്യുകയാണ്, മറ്റേ ഒന്നത് എംപ്റ്റിങ് ആണ്. അതിലുള്ള കണ്ടൻസിനെ ഒഴിവാക്കുക, കളയുക എന്ന മീനിങ്ങിലാണ്. സോ ഇതിനൊക്കെ വേറൊരു പേരും കൂടെ ഉണ്ട്. ഫോർ ഫില്ലിംഗ് പ്രോസസ് ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ചാർജിങ് പ്രോസസ്. ഫില്ലിംഗ് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ചാർജിങ് പ്രോസസ്. ആൻഡ് എംപ്റ്റിങ് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ഡിസ്ചാർജിങ് പ്രോസസ്. സോ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അപ്പോൾ എന്താ ഉദ്ദേശം? ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നിറക്കുക, ഡിസ്ചാർജിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എംപ്റ്റി ചെയ്യുക, അതിലുള്ള കണ്ടൻസ് ഒഴിവാക്കുക. സോ ഫില്ലിംഗ് ആൻഡ് എംപ്റ്റിങ് ആർ ദ കോമൺ ടേംസ്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആർ സം സോർട്ട് ഓഫ് എ ടെക്നിക്കൽ ടേം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഡ്യൂറിങ് ചാർജിങ് എന്നോ അല്ലെങ്കിൽ ഡ്യൂറിങ് ഡിസ്ചാർജിങ് എന്നൊക്കെ രീതിയിലായിരിക്കും പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവുക. സോ ഓവറോൾ നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് ട്രാൻസിയന്റ് ഫ്ലോ, ഫില്ലിംഗ് പ്രോസസ്സും അതേപോലെ എംപ്റ്റിങ് പ്രോസസ്സുമാണ്. അപ്പോൾ ഓരോ പ്രോസസ്സും നമ്മൾ വിശദീകരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ, എളുപ്പം മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡു 1 or 2 problems including the problem which had occurred for our previous university questions. അതിൽ 1-2 problems കൂടെ ചെയ്തിട്ട് we will wind up this flow. So that's all for today's class. Thank you.